today we are going to learn about, taking decision to walk with God. About that we are going to learn. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചിന്തയെന്ന് പറയുന്നത്, സന്ദേശം എന്ന് പറയുന്നത്, ദൈവവചന സന്ദേശം എന്ന് പറയുന്നത്, ദൈവത്തോടൊത്ത് നടക്കാൻ, ജീവിക്കാൻ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോക്ക്, crucial message of this time and forever also, for till Christ come. It is the great message that I am going to share about. ഞാൻ പറയാൻ പോകുന്ന സന്ദേശം എന്ന് പറയുന്നത്, എല്ലാ കാലത്തും ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. And sometime when people come to the church or the prayer meeting, and when they come with lot of expectation that God will do a miracle according to their own will, ചില സമയത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. സഭയിൽ കടന്നു വരുന്ന വിശ്വാസികൾ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആലയത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, sometime it may not be given by the Lord as they are expecting, but God may working in their life, in over the situation, in a hidden way. God maybe is working in the midst of those situations. നമ്മൾ പലപ്പോഴും കാണുന്നതെന്ന് പറയുന്നത്, ഒരു പക്ഷെ പുറമേ അവരുടെ ദൃഷ്ടിക്ക് മുമ്പിൽ, അവരുടെ കാഴ്ചയ്ക്ക് മുമ്പിൽ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ വിഷയത്തിനൊരു മറുപടി ഉണ്ടായില്ലെങ്കിലും, ദൈവത്തിൻ്റെ പ്രവൃത്തി അതിൻ്റെ മറവിൽ അവർക്ക് മാനുഷികമായി തിരിച്ചറിയാൻ കഴിയാത്ത മണ്ഡലത്തിൽ ആ രീതിയിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നിശ്ചയമായി ആ മേഖലകളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകാം. ഓക്കെ, ബട്ട് സോ മെനി ടൈം because they are not seeing with their natural eyes or natural feeling, they used to say, I'm going to quit to go to church. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുന്ന ഒരു ചിന്തയുണ്ട്. അവരുടെ ചിന്തയിൽ പിശാചിടുന്ന ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെ മറുപടി നൽകുന്നില്ല, അതുകൊണ്ട് ഞാൻ ചർച്ചിൽ എന്ത് ചെയ്യാൻ പോകാൻ പോകുന്നില്ല എന്ന് ചിലർ ചിന്തിച്ചു പോകാറുണ്ട്. ബട്ട് വാട്ട് ദേ നീഡ് ടു റിയലൈസ് ഈസ്, when a person come to Jesus Christ, they are facing the love of true Almighty God. പലപ്പോഴും വ്യക്തികൾക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ഗ്രഹിക്കാൻ കഴിയാത്തവർക്ക്, അങ്ങനെയുള്ള ചിലർ അത് മനസ്സിലാക്കാതെ ഇങ്ങനെ ചിന്തിക്കുന്ന, അവർക്ക് കർത്താവ്, ജീവനുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് അവർ വന്നെത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം അവർ മറന്നു പോവുകയാണ്, അവരത് ചിന്തിക്കുന്നില്ല. But you must understand, when you came to Jesus Christ, when you look to Jesus Christ, you are really facing face to face with the living God Almighty. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശുവിൻ്റെ മുമ്പാകെ വന്ന നിങ്ങൾ ജീവനുള്ള ദൈവത്തെ അതിൻ്റെ മുമ്പിലാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം ദയവായി മനസ്സിലാക്കുക. The second fact is, when a person come to Jesus, the Lord will promise to that person that he will never leave him nor forsake him. അതിനുശേഷം കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തോട് സംസാരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്നാണ്. ദാറ്റ് മീൻസ്, even when you are facing a joyful situation or you are facing a terrible moments in your life, whatever you are facing, the Lord never leaves you, never forsake you eternally. Hallelujah. So ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുള്ള സമയത്തായിരുന്നാലും അതോ ദുഃഖമുള്ള സമയത്തായിരുന്നാലും, അതല്ലെങ്കിൽ കഠിനമായ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടില്ല എന്ന് പറഞ്ഞ ആ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു കാര്യം ദയവായി മനസ്സിലാക്കേണ്ടതാണ്. Hallelujah. So that means, that will make us clear in a fact that it is a decision, it is your responsibility or my responsibility to stay with God Almighty with all our heart. അതിൽ നമ്മുടെ തീരുമാനത്തിൻ്റെ ഒരു ഭാഗം വരുന്നതെന്ന് പറയുന്നത്, ഈ കർത്താവിനോടുകൂടെ ആയുഷ്കാലം മുഴുവൻ നടക്കാൻ ഒരു തീരുമാനം നിങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. ഓക്കെ,
That means it can be, understand like this. How? I will share with you right now. ഇതിങ്ങനെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. Either, in your life, different situation you may face. Okay, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങളും അഭിമുഖീകരിക്കാറുണ്ട്. You are either facing the situation or challenges with God, with the living God, or you are facing your situation without the presence and care of God. ഇതിൽ മനസ്സിലെടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഫേസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മുമ്പേ വരുമ്പോൾ ഒന്നുകിൽ ദൈവത്തോടു കൂടെ ആ വിഷയത്തെ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ കൂടാതെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക, ആ വിഷയത്തെ അഭിമുഖീകരിക്കുക. My question is, what will be easy in it? With God or without God? You are alone, your own self, you are trying to survive, trying to overcome. Is that good? Or you are walking with God and God is helping you at the right time, at right moment, and you are experiencing the divine hand and work of God? What do you like? Okay, കർത്താവിനെ കൂടാതെ പോയാൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്ന അനുഭവം ഉണ്ടാകും. അതിനെ കഠിനമായി പരിശ്രമിച്ച് അതിനെ ജയിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അല്ല, കർത്താവിനോട് കൂടെയാണ് നടക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയങ്ങൾ കറക്റ്റ് സമയത്ത് ദൈവം എപ്പോഴാണോ പ്രവർത്തിക്കേണ്ടത് ആ നിമിഷം കറക്റ്റായി, നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ ജീവിതം ഇതോടെ തീർന്നു എന്ന് പറയുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ആരംഭിക്കുന്നത്. കർത്താവിനോട് കൂടെ നടക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അപ്രകാരം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ അത്ഭുതപ്പെടുന്ന നിമിഷങ്ങളിൽ, പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സോ ദീസ് ടോക്സ് വിൽ ഹെൽപ്പ് യു ടു മേക്ക് യു ടു വാക്ക് വിത്ത് ഗാഡ്. ദൈവത്തോട് ചേർന്ന് നടക്കാൻ ഈ സന്ദേശം നിങ്ങളെ സഹായിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഗാഡ് ഈസ് ഗോയിങ് ടു സ്പീക്ക് ടു യുവർ ഹാർട്ട്. സോ ഗാഡ് ബ്ലെസ് യു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ. And I believe the word of God is going to bless you. Okay, God is going to speak to you through His word, and the word of God will bring life to your spirit by the Spirit of God, and your life is going to be transformed. ദൈവത്തിൻ്റെ വചനം ദൈവം പരിശുദ്ധാത്മാവിനാൽ അത് ജീവനായി നിങ്ങളിൽ ദൈവം പകരുവാനായി പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ ഈ സന്ദേശം ശ്രമിച്ചാൽ